വലിയ വലിയ ഔലിയാക്കളും ആരിഫീങ്ങളും പഠിപ്പിച്ച ഒരൊറ്റ ദിക്ർ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ 7 വമ്പൻ നേട്ടങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ ചെയ്തു തരുന്നത്. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു സങ്കടമാണ്, ഉസ്താദെ ഒരുപാട് ശത്രുക്കളുണ്ട്, കുടുംബത്തിൽ നിന്ന് തന്നെ ശത്രുക്കളുണ്ട്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ പറയാൻ പോകുന്ന ദിക്ർ പതിവാക്കി കഴിഞ്ഞാൽ ശത്രുക്കളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകുമെന്നുള്ളതാണ്. ഏതാണ് ആ മഹത്തായ ദിക്ർ എന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അദ്ഫഅ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ ചാനലിൽ മജ്ലിസ് ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാഹു കാണാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തു മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളെ മജ്ലിസിന്റെ ലിങ്ക് നമ്മളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കും നമ്മളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കാരണം ഒരു 100 ആളെങ്കിലും ഒരു 10 ആളെങ്കിലും നമ്മളെ മജ്ലിസിലേക്ക് കടന്നു വരണം. അതോടൊപ്പം തന്നെ നാം പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അവരാ നന്മ ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്ത പോലത്തെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്നതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കുന്നത്? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ പല പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ, എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വലിയ വലിയ ആലിമീങ്ങളും ഔലിയാക്കളും മഹാന്മാരും പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ദിക്ർ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്നത് 7 വമ്പൻ നേട്ടങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, 7 വമ്പൻ നേട്ടങ്ങളാണ്. ഒരു നേട്ടമല്ല, 2 ഗുണമല്ല, 3 ഗുണമല്ല, 7 ഗുണങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഒന്നാമത്തെ ഗുണം എന്താണെന്നറിയോ? ദഫ്ഉ ശർരി ഫി ദുനിയാ വൽ ആഖിറ. ദുനിയാവിലെയും ആഖിറത്തിലെയും തിന്മകൾ അല്ലാഹു തട്ടിക്കളയുകയാണ്. ദുനിയാവിലുള്ള പ്രയാസങ്ങള് അല്ലാഹു നീക്കുകയാണ്. നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രയാസങ്ങൾ അല്ലാഹു നീക്കിക്കളയുകയാണ്. തിന്മകൾ അല്ലാഹു തട്ടിക്കളയുകയാണ്. അതോടൊപ്പം തന്നെ പാരത്രിക ലോകത്ത് നമ്മൾ അനുഭവിക്കാനുള്ള പ്രയാസങ്ങൾ അല്ലാഹു അകറ്റി തരുകയാണ്. ഖബറിൽ സന്തോഷം നൽകുകയാണ്. മഹ്ശറയിൽ സന്തോഷം നൽകുകയാണ്. സിറാത്ത് പാലം നല്ല നിലക്ക് വിട്ടുകിടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ഗുണം അർരിസ്ഖു, ഭക്ഷണത്തിൽ വിശാലതയാണ്.
ഭക്ഷണത്തിൽ വിശാലതയാണ്. ഒരുപാട് ആളുകള്, ഒരുപാട് സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. ഉസ്താദേ, ഭക്ഷണം വാങ്ങാൻ പോലും ക്യാഷ് ഇല്ലാത്ത ഒരു അവസ്ഥ, അരി വാങ്ങാൻ പോലും ക്യാഷില്ല ഉസ്താദേ, പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്, കഷ്ടപ്പാടിലാണ്. പലപ്പോഴും മറ്റുള്ളവരെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേടാണ് ഉസ്താദേ. അതിൽ നിന്ന് കരകയറാൻ ദുആ ചെയ്യണേ പൊന്നു ഉസ്താദേ എന്ന് എത്ര ആളുകളാണ് നമ്മളെ മജ്‌ലിസിൽ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് ഫോൺ വിളിച്ചു പറഞ്ഞത്, എത്ര ആളുകളാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചത്. എന്നാൽ അതിനുള്ള പരിഹാരമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ദിക്ർ. അല്ലാഹു ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. അതുപോലെ മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് അസ്സിവാജു, വിവാഹം ശരിയാകുമെന്നുള്ളതാണ്. എത്രയോ ഉമ്മമാര് സങ്കടം പറയുന്നുണ്ട്, ഉസ്താദെ ഒരുപാട് കല്യാണം അന്വേഷിച്ചു, മക്കളുടെ കല്യാണം ശരിയാകുന്നില്ല. 22 വയസ്സായി പെൺകുട്ടിക്ക്, 25 വയസ്സായി ആൺകുട്ടിക്ക്, 30 വയസ്സായി, 24-ാം വയസ്സിൽ തുടങ്ങിയതാണ് വിവാഹം അന്വേഷിക്കല്. പല ആളുകളും കല്യാണം മുടക്കുകയാണ്. ചിലത് ശരിയാകുന്നില്ല ഉസ്താദെ, ഒന്നും ഒത്തു വരുന്നില്ല ഉസ്താദെ, അതിന് വല്ല പരിഹാരവുമുണ്ടോ എന്ന് പല ഉമ്മമാരും സങ്കടം പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു പരിഹാരമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ദിക്ർ. അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ മജ്‌ലിസ് കേൾക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നാലാമത്തെ ഗുണം റിളർ റഹ്മാൻ, അല്ലാഹുവിന്റെ തൃപ്തിയാണ്, അല്ലാഹുവിന്റെ സ്നേഹമാണ്. ഈ ലോകത്ത് ഒരാളുടെ തൃപ്തിയില്ലെങ്കിലും അള്ളാന്റെ തൃപ്തിയില്ലാതെ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ആ ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള അത്ഭുതകരമായ ദിക്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ അഞ്ചാമത്തെ ഗുണമെന്ന് പറയുന്നത് അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതാണ്. എത്രയോ ആളുകൾ പറയുന്നുണ്ട്, ഉസ്താദെ ഒരുപാട് ശത്രുക്കളുണ്ട്, കുടുംബത്തിൽ തന്നെ ശത്രുക്കളുണ്ട്, സ്വന്തം വീട്ടിൽ തന്നെ ശത്രുക്കളുണ്ട്, അയൽവാസികളിൽ ശത്രുക്കളുണ്ട്, കൂട്ടുകാരന്മാരിൽ ശത്രുക്കളുണ്ട് ഉസ്താദെ, സിഹ്ർ ചെയ്യുന്ന ആളുകളുണ്ട് ഉസ്താദെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൈവശം നൽകുന്ന ആളുകളുണ്ട് ഉസ്താദെ. ഇങ്ങനെ സങ്കടം പറയുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വളരെ പവർഫുള്ളായ, ഇമ്പോർട്ടന്റ് ആയ, അത്ഭുതകരമായ ദിക്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ ആറാമത്തെ ഗുണമെന്ന് പറയുന്നത് അൽ ഗമ്മു വൽ ഹമ്മു. ഇന്ന് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നത് ടെൻഷൻ കാരണമാണ്, മാനസികമായ സമ്മർദ്ദം കാരണം, അല്ലെ? ടെൻഷൻ കാരണം എത്രയോ ആളുകൾ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആ ടെൻഷൻ വരാതെ ജീവിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ദിക്ർ അല്ലാഹു ചൊല്ലാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ഏഴാമത്തെ ഗുണമെന്ന് പറയുന്നത് നമ്മളെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും, അല്ലെ? നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട് ജീവിതത്തില്. വീട് വെക്കണം, അല്ലെ? എത്രയോ ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. വീട് പണി തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാത്ത ആളുകളുണ്ട്. തറട്ടിട്ട് പിന്നെ അത് പൊങ്ങിയിട്ടില്ല ഉസ്താദെ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. വാഹനം വാങ്ങാൻ ഒരാഗ്രഹമുണ്ട്, നടന്നിട്ടില്ല ഉസ്താദെ. കച്ചവടം ചെയ്യണം എന്നൊക്കെ ഉണ്ട്, നല്ല ബിസിനസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, ഒന്നങ്ങോട്ട് റാഹത്താവുന്നില്ല. നല്ല ജോലിക്ക് പോകണമെന്നുണ്ട്, ഒന്നങ്ങോട്ട് ഒത്തുവരുന്നില്ല ഉസ്താദെ എന്ന് പല ആളുകളും സങ്കടം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പരിഹാരമാണ് ഇന്ന് പറയാൻ പോകുന്ന ദിക്ർ. അല്ലാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറയാൻ പോകുന്ന ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഈ ദിക്റിന്റെ മഹത്വം ആദ്യം എന്തിനാണ് പറഞ്ഞത് അറിയോ? ആദ്യം ആ ദിക്റിന്റെ മഹത്വം മനസ്സിലാക്കി പിന്നെ ആ ദിക്ർ നമ്മൾ കേൾക്കുമ്പോ ആ ദിക്റിന്റെ മഹത്വം ശരിക്കും നമ്മളെ മനസ്സിൽ അങ്ങോട്ട് തുറക്കും. അതിനു വേണ്ടിയിട്ടാണ് ആ ദിക്റിന്റെ മഹത്വം ആദ്യം പറഞ്ഞത്, അല്ലാതെ സമയം കളയാൻ വേണ്ടിയിട്ടല്ല. ഇനി ചില ആളുകൾ വന്നിട്ട് പറയും, ഇയാൾക്ക് ആ ദിക്ർ അങ്ങ് ഡയറക്റ്റ് പറഞ്ഞൂടേന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ അതിന്റെ മഹത്വം മനസ്സിലാക്കണം. ആ മഹത്വം മനസ്സിലാക്കി ചെല്ലുമ്പോഴാണ്, അതിന്റെ പോരിശ മനസ്സിലാക്കി നമ്മൾ
ചെല്ലുമ്പോഴാണ് അതിന്റെ ഗുണം നമ്മളെ ജീവിതത്തിലേക്ക് ലഭിക്കുക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഏതാണ് എന്റെ പ്രിയമുള്ളവരെ ആ ദിക്ർ എന്നറിയോ? ഇൻ തവക്ക ബലാൻ ഔ അംറൻ മഹൂലാ ഖാല ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ എന്നതിന്റെ മഹത്വം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് പല ആളുകളും ചെല്ലുന്നുണ്ടായിരിക്കും. എന്നാൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദിക്റാണ്. ശരിക്ക് സ്ക്രീനിലേക്ക് നോക്കണേ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. ഇത് എഴുതിയെടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഒരു പേപ്പറിൽ അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ദിക്റുകളൊക്കെ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്ത് അത് ജീവിതത്തിൽ പകർത്തുക. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയും. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽനാ. 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 ആണ് ആ പവർഫുൾ ആയ ദിക്ർ. അല്ലാഹു ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, അഭിമാനം നൽകട്ടെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, ഞങ്ങളുടെ അയൽവാസികള്, ജ്യേഷ്ഠന്മാര്, ജ്യേഷ്ഠത്തിമാര്, അനിയത്തിമാര്, അവരെ ഭാര്യ, മക്കള്, ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടുകാര്, ഞങ്ങളെ അയൽവാസികള്, ഈ മജ്ലിസ് കാണുന്ന ആളുകളുണ്ട്, മുത്തുമുഅ്മിനീങ്ങളുണ്ട്, വല്ലുപ്പ വല്ലുമ്മമാര്, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഖുവ്വത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. ആരൊക്കെ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഖൽബ് ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാ. സിഹർ, കണ്ണേറുകൾ, അക്രമികളെ തൊട്ട് കാക്കണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. കടങ്ങളുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പഠിച്ച ജോലി, ഉദ്ദേശിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഇബാദത്ത് ചെയ്യാനുള്ള, നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.